ബേക്സ് ആൻഡ് കറീസിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഈ പ്രാവശ്യം നാട്ടിൽ നിന്ന് വന്നപ്പോൾ കുറച്ച് ഇരുമ്പുംപുളി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇരുമ്പുംപുളി എന്ന് പറഞ്ഞ സാധനം ഉപ്പിലിട്ടും അച്ചാറിട്ടൊക്കെ കഴിക്കാൻ എല്ലാവർക്കും നല്ല ഇഷ്ടമുള്ളൊരു സംഭവം തന്നെയാണ്. അപ്പോൾ അത് വെച്ചിട്ടുള്ളൊരു അച്ചാറാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഇരുമ്പുംപുളിയുടെ ഒരു സീസണാണല്ലോ. അപ്പം ബുഷ്കൊച്ചുമാടെ വീട്ടിൽ പോയപ്പോൾ അവിടെ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് പറിച്ചുകൊണ്ട് വന്നതാണിത്. പക്ഷേ ഇവിടെ കൊണ്ടുവന്ന സമയത്ത് കുറേ കേടായിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. എന്നാലും ഉള്ളതിൽ നല്ലത് നോക്കി ഞാൻ എടുത്തിട്ടാണ് ഇപ്പോൾ അച്ചാറും അതുപോലെ ഉപ്പിലൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നത്. അതിൽ നിന്ന് നല്ല പുളി നോക്കിയിട്ട് നന്നായി കഴുകി ക്ലീൻ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു 3 കപ്പ് പുളിയുണ്ട്. അപ്പോൾ കട്ട് ചെയ്തിട്ടുള്ള അളവാണ് ഞാൻ പറഞ്ഞത് 3 കപ്പെന്ന്. ഇത് നീളത്തിൽ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ചൊക്കെ സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇത് കുറച്ച് സമയം വയ്ക്കാം. ഏകദേശം ഒരു 2 മണിക്കൂർ ഞാനിത് വയ്ക്കുന്നുള്ളൂ. കാരണം ഇത് ഓൾറെഡി സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് അധിക സമയം വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ഫ്രഷ് ആയിട്ടുള്ള പുളിയൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു ദിവസം ഫുള്ള് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് പിറ്റേ ദിവസം ഉണ്ടാക്കിയാലും മതി. അപ്പോൾ അതിൽ നന്നായിട്ട് ഉപ്പൊക്കെ പിടിച്ചിരുന്നോളും ചെയ്യും. ഉപ്പിട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ സ്പൂണിട്ട് മിക്സ് ചെയ്യുന്നില്ല, ഇതുപോലെ ഒന്ന് കുടഞ്ഞിട്ടാണ് എടുക്കുന്നത്. കവർ ചെയ്ത് കൊടുത്തിട്ട് ഇത് 2 മണിക്കൂറൊന്ന് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി അച്ചാറിലേക്ക് വേണ്ടിയിട്ടുള്ള മസാലപ്പൊടികൾ എന്തൊക്കെയാണെന്ന് ഞാനൊന്ന് പറയാം. അപ്പോൾ ഞാനിതിലേക്ക് 3.25 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തത്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. 3/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ഗ്യാസ് ഓൺ ചെയ്ത് കൊടുക്കാം. ചൂടായ ചട്ടിയിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ നല്ലെണ്ണയാണ് ചേർക്കുന്നത്. നല്ലെണ്ണയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് വെളിച്ചെണ്ണയിലാണെങ്കിലും ഉണ്ടാക്കാം, അല്ലെങ്കിൽ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണെങ്കിലും ഈ അച്ചാറും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾക്ക് എത്ര എണ്ണ ആവശ്യമുണ്ടോ അതനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ ഉലുവയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഉലുവ ചെറുതായിട്ട് പൊട്ടി തുടങ്ങുന്ന സമയത്ത് നമുക്ക് കടുക് ചേർക്കാം. കടുക് ഒരു ടീസ്പൂൺ കടുകാണ് ചേർക്കുന്നത്. ഇപ്പോൾ ഉലുവയും കടുകൊക്കെ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇനി ഒരു 1/4 കപ്പ് ചെറിയ വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞതും കൂടെ ഇതിലേക്ക് ചേർക്കാം. 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചിയും കൂടെ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തീ കുറച്ചിട്ട് വേണം വെളുത്തുള്ളി ഇട്ട് വഴറ്റാൻ. പിന്നെ അതുപോലെ ചെറുതായിട്ടൊന്ന് കളറ് മാറി വന്നാൽ മതി. ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ചെറുതായിട്ട് മാറി വരുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള കറിവേപ്പില ഇതിലേക്ക് ചേർക്കാം. ഒരുപാടൊന്നും മൂത്ത് പോകേണ്ട ആവശ്യമില്ല. ചെറുതായിട്ട് കളർ മാറി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്കുള്ള പൊടികൾ ചേർക്കാം. കാരണം ചട്ടി നന്നായിട്ട് ചൂടായിരിക്കുന്നതുകൊണ്ട് അതിലേക്ക് ചൂടോടെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് തീ ഓഫ് ചെയ്യുന്നത്. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. പിന്നെ നമ്മൾ ആദ്യമേ തന്നെ ഇരുമ്പുളിയിൽ ഉപ്പൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്തതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതനുസരിച്ച് കുറച്ച് ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ നേരത്തെ ഉപ്പിട്ട് മാറ്റി വെച്ച ഇരുമ്പുളി ഇല്ല, അത് ഇപ്പോൾ 2 മണിക്കൂർ ആയിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഇത്രയും സമയം ഗ്യാസ് ഓഫായിരുന്നു. ഇനി നമുക്ക് ഓൺ ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇളക്കുന്ന സമയത്ത് ഒരുപാടിട്ട് ഇളക്കരുത്, ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഒത്തിരി ഒരുപാടിട്ട് ഇളക്കിയാൽ ഇത് ഫുള്ള് കുഴഞ്ഞു പോകും. എല്ലാം നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ.
ഇത്തിരി ഉപ്പ് കുറവുണ്ട്, അപ്പം ഇച്ചിരി കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ അതെന്തിനാണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു പുളി നന്നായിട്ടൊന്ന് ബാലൻസായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പഞ്ചസാര ചേർക്കുന്നത്. ഞാൻ ബ്രൗൺ ഷുഗറാണ് ചേർത്തത്, നോർമൽ പഞ്ചസാര ചേർത്താലും മതി. പിന്നെ ഞാനിതിലേക്ക് വിനീഗർ ചേർക്കുന്നില്ല, കാരണം നമ്മുടെ ഇരുമ്പുളി ആയതുകൊണ്ട് തന്നെ ഓൾറെഡി ഇതിനകത്ത് നല്ല പുളിയുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിതിലേക്ക് വിനീഗർ എക്സ്ട്രാ ചേർക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് വിനീഗർ ചേർക്കണം എന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ വിനീഗർ ഒന്ന് ചൂടാക്കി എടുത്തിട്ട് അതിൻ്റെ ചൂടാറി കഴിയുമ്പോൾ ഈ സമയത്ത് ഇതിലേക്ക് ചേർത്താൽ മതി. ഇപ്പോൾ അച്ചാറിൻ്റെ പുളിയും ഉപ്പൊക്കെ എല്ലാം നന്നായിട്ട് പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇരുമ്പുളിയുടെ അച്ചാർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുതേ. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. താങ്ക്